അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ചില നാളുകൾക്ക് ശേഷം എൻ്റെ സഭയിൽ, എൻ്റെ മാതൃസഭയിൽ കടന്നു വന്ന ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോടൊപ്പം കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും നമ്മുടെ ചർച്ചയ്ക്ക് ഒത്തിരി വ്യത്യാസപ്പെട്ടു. ഇതിൻ്റെ പേരിൽ പ്രവർത്തിച്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്ര മനോഹരമായ രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഇന്ന് മാതാപിതാക്കളോടും ഉപ്പാപ്പയോടും കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് അച്ഛയും അമ്മയും കടന്നു വന്നിട്ടുണ്ട്. സഹോദരൻ സെറിലും അമലും സ്നേഹയൊക്കെ ഉണ്ട്. ഇവരോടെല്ലാം ഒപ്പം ഒരു വിശുദ്ധ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു തലമുറയെ കൂടി നൽകി തന്നു. സഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ കരുതലുകൾ, സ്നേഹം ഒക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഓർത്ത് ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ സഭയുടെ പ്രാർത്ഥന, ഷെയിൻ പ്രയറിൻ്റെ സപ്പോർട്ട്, ഞങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് ഷെയിൻ പ്രയറിൽ പ്രാർത്ഥിച്ചതൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. ഇതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഷെയിൻ പ്രയർ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഓരോ വിഷയങ്ങളും ഓരോ കുടുംബങ്ങളുടെ വിഷയങ്ങളെ കാണുവാനും ഒരു വാക്കിലെങ്കിലും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും അവസരങ്ങൾ ചെലവിട്ടിട്ടുണ്ട്. എൻ്റെ സഭയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹമായി നടത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമായ ദേവദാസന്മാർ വേദിയിലുണ്ട്. ബാബുചായന, തങ്കച്ച പാസ്റ്റർ, ജോർജ് പാസ്റ്റർ, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കമ്മിറ്റി എനിക്കും ദൈവം ഒരു അവസരം നൽകി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘ നാളുകൾക്ക് ശേഷം വിശാലയൊക്കെ കാണുവാൻ അവസരം ഒരുക്കി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധികം ആമുഖമില്ലാതെ ദൈവം എൻ്റെ മനസ്സിൽ തന്ന ഒരു ചെറിയ ചിന്ത ഈ പകൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ, നമുക്ക് ഒരുമിച്ച് അത് ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഈ സമയത്തെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കുറിവാക്യമായിട്ട് ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വാക്യമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ദാസൻ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നമ്മുടെ ശ്രദ്ധ വേഗത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, ഏറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ മുഴുവൻ ചരിത്രം നമുക്കറിയാവുന്നതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ സംഭവത്തെ നമുക്കറിയാവുന്നതാണ്. ഒരു 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 മതിൽ പണിയോട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നെഹമ്യാവ് ഇന്ന് യെരുശലേമിൽ നിന്ന് വളരെയധികം ദൂരെ പേർഷ്യയിൽ ആയിരിക്കുകയാണ്. തനിക്ക് അവിടെ വലിയ കംഫർട്ടബിളായ ഒരു ജോലിയുണ്ട്. നല്ല ഒരു കൊട്ടാരത്തിലാണ് താൻ താമസിക്കുന്നത്. രാജാവിൻ്റെ സേവകനായിട്ട് അല്ലെങ്കിൽ പാനപാത്രവാഹനായിട്ട് താൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അതൊരു നല്ല റെപ്യൂട്ടഡ് ജോലിയാണ് ആ കാലഘട്ടത്തിൽ. നല്ലൊരു ജോലിയിലിരിക്കുന്ന നെഹമ്യാവ് താൻ ഈ സമയത്ത് യെരുശലേമിനെ പറ്റി പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ഭാരം വന്നു. ഈ പാനപാത്രവാഹൻ എന്നൊക്കെ പറഞ്ഞാൽ രാജാവിനെ എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന വളരെ ചുരുക്കം ഒരാളാണ്. കൊട്ടാരത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാ ദിവസവും ഒന്നും രാജാവിനെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നെഹമ്യാവിന് തൻ്റെ ജോലിയുടെ പ്രത്യേകത നിമിഷം കാരണം എല്ലാ ദിവസവും രാജസംഘയിൽ കടന്നു ചെല്ലുവാൻ, രാജാവിന് മുമ്പിൽ തന്നെ പ്രസന്റ് ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ട്. ഒരു വലിയ രാജാവ്, തനിക്ക് വലിയ അധികാരമുണ്ട്. അധികാരത്തിന്റെ കേന്ദ്രമാണ് ഈ രാജാവ്. ഈ രാജാവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഈ രാജ്യത്ത് മുഴുവൻ എന്തു വേണമെങ്കിലും സംഭവിക്കും. ഇത്ര അധികാരമുള്ള ഒരു രാജാവിനെ എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തി, തനിക്ക് രാജസന്നിധിയിൽ എപ്പോഴും വേണമെങ്കിലും ആക്സസ് ഉണ്ട്. തൻ്റെ ബന്ധങ്ങൾ അത്ര വലുതാണ്, തൻ്റെ ബന്ധങ്ങൾ അത്ര ഹൈ ലെവൽ കോണ്ടാക്ട്സ് ഉള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ തൻ്റെ മുമ്പിൽ ഒരു ചെറിയ വേദന വന്നു, തന്നെ വേദനിപ്പിക്കുന്ന ഒരു വിഷമം ഉണ്ടായപ്പോൾ താൻ ഈ ഹോൾ വേർഡ്, ഈ ബേർഡൻ, ആ വേദനയുമായിട്ട് ദൈവസന്നിധിയിലേക്കാണ് ആദ്യം കടന്നു പോകുന്നത്. ദൈവസന്നിധിയിലേക്ക് ആദ്യം കടന്നു പോയിട്ട് താൻ കരയുകയാണ്, താൻ ഉപവസിക്കുകയാണ്. ദിവസങ്ങൾ താൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെഹമ്യാവിന് ഇന്ന് കരയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. നെഹമ്യാവിന് ഇന്ന് ഉപവസിക്കത്തക്ക രോഗങ്ങളൊന്നുമില്ല. നെഹമ്യാവിന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ മക്കൾക്കോ ഒന്നും ഒരു പ്രയാസവുമില്ല. അവരൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷെങ്കിൽ അപ്പുറത്ത് ദൂരെ യെരുശലേമിൽ തന്റെ ജനം അല്ലെങ്കിൽ തന്റെ സിറ്റി, തന്റെ സ്ഥലത്ത് മതിലുകൾ ഇടിഞ്ഞു കിടക്കുക എന്നുള്ള ആ ഭാരം തന്നെ ഭരിച്ചുകൊണ്ട് നെഹമ്യാവ് ഈ സമയത്ത് അവിടെ നിന്ന് കരയുകയാണ്. നെഹമ്യാവ് ഈ സമയത്ത് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് താൻ ഇരിക്കുമ്പോഴാണ് രാജാവ് തന്നോട് ചോദിക്കുന്നത്, നിന്റെ മുഖത്തെ വിഷമം എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കാം, ഞാൻ നിനക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കാം. നിനക്ക് പോകണമെങ്കിൽ നെഹമ്യാവിന് വലിയ രാജ്യസന്നിധിയിലാണ് ജോലി എന്നുള്ളൂ. പക്ഷെങ്കിൽ തനിക്കൊരു മതിൽ പണിയാനുള്ള പണം തൻ്റെ കയ്യിലില്ല, അതിനുള്ള ആൾക്കാർ തൻ്റെ കയ്യിലില്ല, അതിനുവേണ്ടി അവിടെ വരെ പോകാനുള്ള അവധി പോലും തനിക്കില്ല. ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ
നെഹമ്യാവിന് വേണ്ടി ഇതെല്ലാം ഒരുങ്ങി 1 by 1 വരികയാണ്. താൻ ക്രമീകരിച്ചാൽ ക്രമീകരിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ആ സമയത്ത് ദൈവമായിട്ട് ആ രാജാവിൽ കൂടി അവിടെ ഒരുക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരികയാണ്. നമുക്ക് എല്ലാവരുടെ മേലും ഒരു ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. നമ്മൾ പണിയുന്നവരാണ്. നമ്മളെങ്കും പണികളെ ഉടയ്ക്കുന്നവരല്ല, നമ്മൾ പണിയുന്നവരാണ്. ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ അനുദിനം നമ്മൾ ഇൻവോൾവ് ആണ്. എല്ലാ സമയത്തും നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ നമ്മൾ ഇൻവോൾവ് ആണ്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി സഹായിക്കാൻ അനേകരുണ്ടായിരിക്കാം. ഒരാവശ്യം പറഞ്ഞാൽ ആവശ്യത്തിന് മുൻപേ നമ്മളെ സഹായിക്കുന്ന മക്കളുണ്ടായിരിക്കാം. ജീവിതത്തിൽ ഒരു വിഷയമുണ്ടായാൽ ആ വിഷയം നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മളോട് ആലോചന പറഞ്ഞു തരുന്ന പ്രവാചകന്മാർ നമുക്കുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ നമ്മുടെ ആശ്രയം ഒരുവല്ലായിരിക്കണം. ആദ്യം നമ്മുടെ കണ്ണുനീര് തൂകേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ആദ്യം നമ്മുടെ കണ്ണുനീര് തൂകേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ആദ്യം നമ്മുടെ മുട്ടുകൾ മടങ്ങേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. എന്നാൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തിൽ നാമത്തെ കീർത്തിക്കും. ഈ ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് സംസാരിക്കുന്നത്. യുദ്ധത്തിന് കുതിര ആവശ്യമാണ്, യുദ്ധത്തിന് രഥങ്ങൾ ആവശ്യമാണ്. പക്ഷെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞങ്ങളുടെ ആശ്രയം ഈ യുദ്ധത്തിൽ ഈ രഥങ്ങളിലല്ല, ഞങ്ങളുടെ ആശ്രയം ഈ കുതിരകളിലല്ല. കുതിര ഞങ്ങൾക്ക് ആവശ്യമാണ്, രഥം ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ ഈ പകൽക്കാലം ആശ്രയം വെക്കുന്നത് ഞങ്ങളുടെ കർത്താവിലാണ്. അവനാണ് ഞങ്ങളുടെ സഹായം, അവനാണ് ഞങ്ങളുടെ ബലം, അവനാണ് ഞങ്ങളുടെ ധൈര്യം. ഞങ്ങൾക്ക് കുതിര ഉണ്ടായിരിക്കാം, രഥമുണ്ടായിരിക്കാം, ആരൊക്കെ ഉണ്ടായിരിക്കാം, പണമുണ്ടായിരിക്കാം, ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ എന്റെ ആശ്രയം എന്റെ പണത്തിലല്ല, എന്റെ ആശ്രയം എന്റെ ബന്ധുബലത്തിലല്ല, എന്റെ ആശ്രയം എന്റെ ചുറ്റുപാടിലല്ല, എന്റെ ആശ്രയം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ആൾക്കാരിലല്ല. എന്റെ ആശ്രയം എന്റെ യേശുവിലാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ കർത്താവായ യേശുവിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ആശ്രയം അല്പോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാനുള്ളത് നമ്മുടെ ആശ്രയം യേശുവിൽ തന്നെയെന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. നമ്മളെ സഹായിക്കുന്നവർ അനേകരെ കാണാം. നമ്മളെ ഏത് വിഷയത്തിന് മേലും അടുത്ത് വന്ന് സഹായിക്കുന്ന അനേകരെ കാണാം. പക്ഷെങ്കിൽ നമ്മുടെ ആശ്രയം വ്യക്തികളിലല്ല, നമ്മുടെ ആശ്രയം യേശുവിലാണ്. ചിലർ രഥങ്ങളും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നമ്മളോ നമ്മുടെ കർത്താവ് യേശുവിൽ നാമത്തിൽ കീർത്തിക്കും. ഹല്ലേലൂയ. നെഹമ്യാവിന് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴികളെ തുറന്നു. നെഹമ്യാവ് യെരൂശലേമിൽ കടന്നു എന്ന പണി ആരംഭിച്ചു. ദീർഘ വർഷങ്ങളായിട്ട് ഉടഞ്ഞു കിടക്കുന്ന വെന്ത് കിടക്കുന്ന ഒരു മതിലാണ് അവിടെ ഉള്ളത്. ഈ മതില് ഉടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒത്തിരി വർഷങ്ങളായി, ദീർഘവർഷങ്ങളായി, തലമുറകൾ ഇത് കണ്ട വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അനേകരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ മതിലിന്റെ പണിക്ക് വേണ്ടി ഇതിനു മുമ്പ് പലരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്തോ സംഭവിക്കുന്നത് അറിയാമോ? ആരെങ്കിലും രണ്ടുപേരും ഇതിനു വേണ്ടി മുന്നോട്ട് വരും, മുന്നിൽ വന്ന് കുറച്ചു ദിവസം പണിയും. അപ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന ആളെ ആരെങ്കിലും കൂടെ അങ്ങ് നിരാശപ്പെടുത്തും. നിരാശ വന്ന് ഭാരമായി കഴിയുമ്പോൾ ഇവരിതൊരു വേദനയായിട്ട് മാറി ഇവരിതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. പിശാചിന് അത് തന്നെയാണ് വേണ്ടത്. മുന്നിൽ നിൽക്കുന്നവരെ പിന്തിരിഞ്ഞ് നിരാശപ്പെട്ട് അവർ പിന്മാറി കഴിയുമ്പോൾ ആ പണി അങ്ങനെ തന്നെ അവിടെ കിടക്കും. ഈ മതില് അങ്ങനെ അനേകരുടെ നിരാശയിന്മേൽ ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് നെഹമ്യാവ് അവിടെ ഓടി ചെന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ നെഹമ്യാവ് 2:18 പറയുന്നു, അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായിട്ട് അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. നല്ല പ്രവൃത്തിക്കായിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തി. നിരാശപ്പെടുത്തുന്ന ദുഷ്ടന്റെ ആലോചനകൾ വരുന്നതിന് മുൻപേ, വേദനിപ്പിക്കുന്ന ദുഷ്ടന്റെ ആലോചനകൾ വരുന്നതിന് മുൻപേ അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി ആ പണി അവരാരംഭിക്കുകയാണ്. അവരന്യോന്യം ധൈര്യപ്പെടുത്തി. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം നമ്മളെ മാക്സിമം ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ ചില വാക്കുകളിൽ കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമന്റിൽ കൂടിയായിരിക്കാം, ചിലരുടെ ഒരു ഗസ്റ്ററിൽ കൂടി, ഒരു മുഖത്തിന്റെ എക്സ്പ്രഷനിൽ കൂടി ചിലപ്പോൾ പോലും നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. പക്ഷെങ്കിൽ പിശാച് ആഗ്രഹിക്കുന്നത് ഈ നിരാശപ്പെടുന്നവർ, നമ്മൾ ഈ നിരാശപ്പെട്ടു പോകുന്നവർ ഇതിന്റെ മേൽ നിരാശപ്പെട്ട് പണി മുടങ്ങണമെന്നാണ്. ഈ നിരാശയുടെ മേൽ പണി മുടങ്ങണമെന്നാണ്. പക്ഷെങ്കിൽ നെഹമ്യാവ് അവിടെ ചെന്നപ്പോൾ ആദ്യം ചെയ്തത് അവരാദ്യം അന്യോന്യം ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അന്യോന്യം ധൈര്യപ്പെടുത്തിക്കൊണ്ട് പണിയിൽ ഇവർ മുന്നേറുകയാണ്. ഞാൻ വേഗത്തിൽ വാക്യങ്ങൾ വായിക്കാതെ മുന്നോട്ട് പറഞ്ഞു പോട്ടെ. ഇവര് പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, ഇവര് പ്രോഗ്രസ് വരുത്തുന്നു എന്ന് കണ്ടപ്പോൾ, അവിടെ മതിൽ ഉയരുന്നു എന്ന് കണ്ടപ്പോൾ,
കാണത്തക്ക ആദ്യം ഇവരെ പരിഹസിച്ച് ചെയ്തു. ആദ്യം പരിഹസിച്ച് പറഞ്ഞു, ഇതിനു മുമ്പ് ഇവിടെ പലരും ഇതിനു വേണ്ടി ശ്രമിച്ചത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ പണി ഉയരുന്നു എന്ന് കണ്ടപ്പോൾ, അവിടെ മതിൽ പൊങ്ങുന്നു എന്ന് കണ്ടപ്പോൾ, അവിടെ കട്ടകൾ അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അവിടെ ഒരു പഴയ ശേഷിപ്പുകളുടെ മേൽ പുതിയ പുതിയ കല്ലുകൾ വരുന്നത് കണ്ടപ്പോൾ സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റു. സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റു. ഒരു പണി പുരോഗമിക്കുമ്പോൾ, നീ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മൾ ഉപവാസത്തിന് വേണ്ടി ചില കമ്മിറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുമ്പോൾ, ചില ശക്തികൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയരും. അന്ന് വരെ കാണാത്ത രോഗങ്ങൾ ആ സമയത്ത് വെളിപ്പെടും. അന്ന് വരെ കാണാത്ത പ്രയാസങ്ങൾ ആ സമയത്ത് വെളിപ്പെടും. നമ്മുടെ പണി പുരോഗമിക്കുമ്പോൾ, ദൈവരാജ്യത്തിൽ നീ ഒരു പണി പുരോഗമിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ, നമ്മളൊന്ന് പണിതെടുത്തുകൊണ്ട് വരുമ്പോൾ, ആ സമയത്ത് അതുവരെ ഇല്ലാത്ത പ്രയാസങ്ങൾ വരുന്നത് സാധാരണമാണ്. സൻബല്ലത്തും തോബിയാവും ശക്തികൾ വരികയാണ്. ഇവർ ഈ ദേശത്തിന്റെ ശക്തികളാണ്. സൻബല്ലത്തും തോബിയാവും ഈ ദേശത്തിന്റെ ശക്തികളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദേശത്ത് അനേക പണികളെ മുടക്കിയ ശക്തികളാണ്. ഇവർ ഈ ദേശത്തിലെ പ്രമുഖരാണ്. നെഹമ്യാവിനെ വന്നിട്ട് ആദ്യം ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. നമുക്ക് സംസാരിക്കാം, വരൂ, ഞാൻ നിങ്ങളുടെ പണി മുടക്കി തരാമെന്നല്ല പറഞ്ഞത്, വരൂ നമുക്കൊന്ന് സംസാരിക്കാം. ഈ സംസാരത്തിന് വേണ്ടിയാണ് നെഹമ്യാവിനെ വിളിക്കുന്നത്. അവർ ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു. നെഹമ്യാവ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുക, എനിക്ക് സമയമില്ല നിങ്ങളുടെ അടുത്ത് വന്ന് ചർച്ച ചെയ്യാൻ. ആരംഭത്തിൽ ഏദൻ തോട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഹൗവ പോയതാണ്. ശരിക്കും ദൈവം ഇത് പറഞ്ഞോ എന്ന് ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോഴാണ് അവിടെ വീഴ്ച സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചില ചർച്ചകൾ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിശാച്, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നമ്മളെ വിട്ടു ഓടിപ്പോകും. പിശാചിന്റെ ആദ്യത്തെ ഇൻവിറ്റേഷൻ സ്ട്രോങ് ആയിരിക്കും, രണ്ടാമത്തെ ഇൻവിറ്റേഷൻ സ്ട്രോങ് ആയിരിക്കും. പക്ഷെങ്കിൽ എതിർത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ശക്തി കുറഞ്ഞു വരും. അവന്റെ ശക്തി കുറഞ്ഞു വരും. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഇൻവിറ്റേഷൻ അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലർ നമ്മളെ വിളിച്ചത് കൊണ്ട് ചില കമ്പനികൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്യണമെന്നില്ല. ചില കൂട്ടുകെട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോകണമെന്നില്ല. അതിനോട് എതിർത്ത് നിന്നാൽ അതിന്റെ ശക്തി കുറഞ്ഞു വരും. പിശാചിനോട് എതിർത്ത് നിൽക്കുക. നമ്മൾ എതിർത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അവന്റെ വാദങ്ങൾ നമ്മുടെ മേൽ ശക്തമല്ലാതായിത്തീരും. അവന്റെ ശക്തി നമ്മുടെ മേൽ ശക്തമല്ലാതായിത്തീരും. അവന്റെ അവകാശങ്ങൾ നമ്മുടെ മേൽ ശക്തി ഇല്ലാത്തതായിത്തീരും. അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. പണി പുരോഗമിച്ചു. ഇവര് മുന്നോട്ട് പണിത് കയറുകയാണ്. പണിത് കഴിഞ്ഞപ്പോൾ സൻബല്ലത്തിന്റെയും തോബിയാവിന്റെയും ശക്തികൾ ആ ദേശത്തിൽ ഇതുവരെ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇവർ ചെയ്തെടുക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് വലിയ ഭാരമായി. അടുത്തത് നെഹമ്യാവിനെതിരെ എന്തെല്ലാം പറയാമോ അതെല്ലാം പറയുകയാണ്. നെഹമ്യാവിനെ നിന്ദിക്കുകയാണ്, നെഹമ്യാവിനെ പരിഹസിക്കുകയാണ്, നെഹമ്യാവിനെതിരെ എന്തെല്ലാം തനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുകയാണ്. നെഹമ്യാവ് വളരെ വേദനപ്പെട്ടു ഈ വിഷയത്തിൽ. ഇത്രയും നാള് താൻ കഷ്ടപ്പെട്ടത്, താൻ ഔദിയെടുത്ത് ഇവിടെ വന്നത്, തന്റെ സമയങ്ങളെയും റിസോഴ്സിനെയും മുഴുവൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ ആലയം, ഇവിടെ ഒരു മതിൽ പണിതെടുക്കുവാൻ വേണ്ടിയാണ്. ചില ശക്തികൾക്ക് ഇവിടെ ഈ മതിൽ ഇങ്ങനെ തന്നെ നിർത്തണമെന്നൊരു ആവശ്യമുണ്ട്. കാരണം ഇതൊരു ഇടിഞ്ഞ മതിലാണ്, ഇതൊരു തകർന്ന മതിലാണ്. ഇതിന്റെ മുകളിൽ കല്ലുകൾ ഉയരുന്നവർക്ക് ഇഷ്ടമല്ല. കാരണം ഈ മതിലിന് എന്താണ് സംഭവിച്ചത്? മതിൽ ഉടച്ചു, ഇടിച്ച് താഴെയിട്ടു, അതിനുശേഷം അതിന് തീ വെച്ചു. അപ്പോൾ ഒരു വെന്ത മതിലാണത്. ഈ പട്ടണത്തിനുള്ളിൽ ഒരു തലമുറ അവർ വളർന്നു വരുന്നുണ്ട്. അവരെല്ലാ ദിവസവും കാണുന്നത് ഈ കരിഞ്ഞ മതിലുകളാണ്, ഈ കരിഞ്ഞ കട്ടകളാണ് ഇവരിത് കാണുന്നത്. ഈ കട്ടകൾ പറയുന്ന ഒരു ചരിത്രമുണ്ട്. നിങ്ങളുടെ പൂർവികർ പാപം ചെയ്തു, അവർ ഉടഞ്ഞുപോയി, അവരോട് ദൈവം ക്രോധം ചെയ്തു, അവരുടെ മതിലുകൾ ഉടഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം കണ്ടാണ് ഇവരെല്ലാ ദിവസവും വളർന്നു വരുന്നത്. ഇത് മാത്രമാണ് ഇവർ കാണുന്നത്. ഈ കല്ലുകൾ മുൻകാല പരാജയങ്ങളുടെ, ഈ കല്ലുകൾ മുൻകാല വീഴ്ചകളുടെ, ഈ കല്ലുകൾ മുൻകാലങ്ങളുടെ തെറ്റുകളുടെ നീക്കി ബാക്കിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അത് അങ്ങനെ നിർത്തണമെന്ന് പിശാചിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് കണ്ടാൽ ആരും മുന്നോട്ട് വരത്തില്ല. ഇനി ഇതിന്റെ മേൽ കടക്കുവാൻ വേണ്ടി ആരും മുന്നോട്ട് വരത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് ഇതിന്റെ മേൽ ചില കല്ലുകൾ വെച്ച് പണി ആരംഭിക്കണം. കാരണം നീ കണ്ടു വളരേണ്ടത്, നമ്മുടെ തലമുറകൾ കണ്ടുവരേണ്ടത് ഈ പരാജയങ്ങളെയല്ല,
ഈ വെന്ത കല്ലുകളെയല്ല, മറിച്ച് അതിനുമേൽ ദൈവം പണിയുന്ന ഒരു മതിലിനെ കണ്ടാണ്. അതിന്റെ ഉള്ളിൽ മതിൽ സുരക്ഷിതമാണ് കാണിക്കുന്നത്. ഈ മതിലിന്റെ ഉള്ളിലാണ് ഈ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അടുത്തൊരു തലമുറ ഉയർന്നു വരേണ്ടത് ഈ മതിലിന്റെ ഉള്ളിലാണ്. അത് അവർക്ക് വല്ലാത്തൊരു സുരക്ഷിതം കൊടുക്കും, അത് അവർക്ക് വല്ലാത്തൊരു ബലം കൊടുക്കും, അത് അവർക്ക് വല്ലാത്തൊരു ധൈര്യം കൊടുക്കും. അടുത്തൊരു തലമുറയെ കൂടെ ഭീരുക്കളാക്കി ഒതുക്കി കളയാനുള്ള ശ്രമത്തിനെയാണ് ഇവരിവിടെ ഉടയ്ക്കുന്നത്. അടുത്തൊരു തലമുറയെ കൂടെ ഭീരുക്കളാക്കി ഒരു മൂലയ്ക്കോ അവരെ ഭീരുക്കളാക്കി ഒതുക്കി കളയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെയാണ് നെഹമ്യാവും സംഘവും ഇവിടെ പണിതുയർത്തുന്നത്. ഈ കല്ലിവിടെ പണിതാൽ, ഈ മതിലിവിടെ പണിതാൽ ഇതിന്റെ ഉള്ളിൽ ഒരു സുരക്ഷിതമായ ഒരു ഭാവി വളരുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു സുരക്ഷിതമായ ഒരു ഭാവി, ഒരു തലമുറ എഴുന്നേൽക്കുകയാണ്. ഇന്നലത്തെ പരാജയത്തിന്റെ ബാക്കിയായി നിൽക്കുന്ന ഈ മതിലുകൾ, അതിനുമേൽ പുതിയ ചിലത് പണിയണം. ഇന്നലത്തെ പരാജയങ്ങൾ അങ്ങനെ തന്നെ ശേഷിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ നമ്മൾക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ അത് എല്ലാ കാലവും അങ്ങനെ തന്നെ തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനുമേൽ പുതിയ ചില പണികൾ ആരംഭിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുമേൽ പുതിയ ചില പദ്ധതികൾ ആരംഭിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നില്ല നീ എന്നും പരാജയപരവനായി കിടക്കണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നില്ല നീ എന്നും വീണവനായി കിടക്കണമെന്ന്. അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. ഈ തകർന്ന മതിലുകൾ ഇവരെ പരിഹസിക്കുന്നതിന് കാരണമാക്കി, ഇവരെ നിന്ദിക്കുന്നതിന് കാരണമാക്കി അവിടെ നിൽക്കുകയാണ്. ഇത്രയും നാൾ എല്ലാവരും വന്നവരെ എല്ലാവരും നിന്ദിച്ചു വിട്ടു. നിങ്ങൾ ആദ്യം ഈ മതിലിലോട്ട് നോക്കാം, അതിന്റെ അവസ്ഥ നോക്കാം. പക്ഷെ നിന്നയുടെ പാത്രമായി നിൽക്കുന്ന ഈ മതിലിനെ ദൈവം മാറ്റും. ഈ നിന്നയുടെ പാത്രമായി നിൽക്കുന്ന ഈ മതിലിന്റെ ശേഷിപ്പിനെ ദൈവം മാറ്റിയിട്ട് അതിനുമേൽ പുതിയ ചില കല്ലുകൾ ദൈവം വെച്ച് പണിത് ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും നമ്മൾ നിന്ദിക്കപ്പെട്ടവരായി ജീവിക്കത്തില്ല. ദൈവം അതിനുമേൽ പുതിയ ചില കല്ലുകൾ വെക്കും. ഒരുപക്ഷെ ആദ്യത്തെ ചില കല്ലുകൾ വന്നപ്പോൾ, ചില എതിർപ്പുകൾ അവിടെ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും, ഭയപ്പെടും, ഇനി ഇതിന് മേലൊന്നും നടക്കത്തില്ല. ഇല്ല, ദൈവമാണ് ഇത് അയച്ചത്. ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തിന്റെ അപ്രൂവൽ കിട്ടിയാണ് നമ്മൾ ഇത് ആരംഭിച്ചതെങ്കിൽ ദൈവം അതിന് മേൽ പുതിയ കല്ലുകൾ വെക്കും. ഇത് ഉയരും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നമ്മൾ ദൈവരാജ്യത്തിന്റെ ഒരു പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അനുദിനം ദൈവത്തിന്റെ രാജ്യം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പണിയിൽ നിന്ന് നമ്മളെ പിൻവലിപ്പിക്കുന്ന, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്തി തളർത്തുന്ന അനേക ശക്തികൾ കാണും. പക്ഷെങ്കിൽ അതിന്റെ മേൽ പുതിയ പണി ആരംഭിക്കുന്ന ഒരു ദൈവമുണ്ട്. ചതഞ്ഞ ഓട അവനോടത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തത്തില്ല. അവൻ പണിയുന്ന കർത്താവാണ്, അവൻ പണിയുന്ന ദൈവമാണ്. ചില ശക്തികൾ നമുക്കെതിരെ എഴുന്നേറ്റാലും, ചില വെല്ലുവിളികൾ നമുക്കെതിരെ ഉയർന്നാലും അതിനെ ജയിക്കുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മളെ സഹായിക്കും. അതിനെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കൃപ നമ്മളെ പൊതിയും. നെഹമ്യാവിന്റെ പുസ്തകം 4:7-8. ഇടിവുകൾ അറന്നു തുടങ്ങിയെന്നും സങ്കടത്തും ദോര്യാവും അരാബ്യനും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. ഈ പ്രോഗ്രസ് കാണുമ്പോഴാണ് ഇവരുടെ കോപം വളരെയായിട്ട് വലുതാകുന്നത്. ഈ മതിലിന്റെ ഹൈറ്റ് പൊങ്ങിയപ്പോൾ ഇവര് വിചാരിച്ചിരുന്ന ഹൈറ്റ് അല്ല ഇപ്പോഴുള്ളതാണ്. ഇതിന്റെ ഹൈറ്റ് കൂടി, ഇതിന്റെ പൊക്കം കയറി വന്നപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി നെഹമ്യാവ് ഇതുവരെ വന്ന പോലല്ല വന്നിരിക്കുന്നത്. നെഹമ്യാവിനെ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നും നെഹമ്യാവ് ഇത് പൂർത്തീകരിക്കുന്ന ഇവർക്ക് ഒരു ഉറപ്പ് കിട്ടിയ കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദൈവത്താൽ ആരംഭിക്കുന്ന പണി ഇവർക്ക് അടുത്ത ഒരു തലത്തിൽ ഇതിനെ എതിർക്കണം. അടുത്ത തലത്തിൽ ഇവരിതിനെ എതിർക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവരൊരു യുദ്ധത്തിന് സന്നദ്ധമാകുക. ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു ചർച്ചകൾക്ക് വന്നില്ല, വാക്കുകൾ കൊണ്ട് നിരാശപ്പെടുത്താൻ നോക്കിയില്ല, അതുകൊണ്ടും നടന്നില്ല. ഇവർക്ക് നെഹമ്യാവിനെതിരെ അനേക തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തി, അതും ഫലിച്ചില്ല. ഇനി ഒരു മാർഗവും കൂടെ ഇല്ല. ഇനി അവസാനത്തെ മാർഗം ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പണിയുന്നവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യുക. ശത്രു തന്റെ എല്ലാ ശ്രമങ്ങളും നടത്തും. ഈ പണിക്ക് മുന്നിൽ നിൽക്കുന്നവരെ, പണിതുകൊണ്ടിരിക്കുന്നവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒരു ശ്രമം അവർ പ്ലാൻ ചെയ്തു. നെഹമ്യാവിന്റെ പുസ്തകം 4:17
അവർ ചെയ്ത പണിയെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കും. 4:17 വായിക്കാമോ? ചുമടെടുക്കുന്ന ചുമട്ടുക, ഒരു കൈ കൊണ്ട് വേല ചെയ്യും, മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്യും. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയിൽ കൊണ്ട് കണ്ടു. എന്നാൽ കാഹള ഊതുന്നവൻ എന്റെ അടുക്കൽ തന്നെയായിരുന്നു. മതി. ചുമടെടുക്കുന്നവർ ഒരു കൈ കൊണ്ട് അവർ ചുമടെടുത്തു, മറ്റേ കൈയിൽ അവർ ആയുധം പിടിച്ചു. ഒരു കൈ കൊണ്ട് അവർ വേല ചെയ്യും, മറ്റേ കൈ കൊണ്ട് അവർ ആയുധം പിടിക്കുകയും ചെയ്തു. ഒരു സംഘം പണിതുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സംഘം അവിടെ കാവൽ നിന്നു. ഒരു കൈ കൊണ്ട് അവർ പണിയുമായിരുന്നു, മറ്റേ കൈ കൊണ്ട് അവർ യുദ്ധം ചെയ്യുവാൻ സന്നദ്ധരായവർ ആയുധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പോരാട്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒളിത്താവളങ്ങളിൽ ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാരണങ്ങളായി നമ്മൾ മറിഞ്ഞിരിക്കരുത്. പോരാട്ടമുണ്ട്, നമുക്ക് പ്രതിസന്ധികളുണ്ട്, പക്ഷെങ്കിൽ ഇതൊന്നും നമുക്ക് പിൻവലിയാനുള്ള കാരണങ്ങളല്ല. പോരാട്ടമുണ്ടെന്നുള്ളത് കാണുമ്പോൾ നമുക്കത് മുന്നേറാനുള്ള പ്രചോദനമാണ്. ഞാൻ ദൈവത്തിന്റെ വേലയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ, ഞാൻ എൻ്റെ ദൈവരാജ്യത്തിന്റെ പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരേ ഉദാഹരണമാണ് നമുക്ക് പോരാട്ടമുള്ളത്. പോരാട്ടമുള്ളപ്പോൾ പിൻവലിഞ്ഞ് എവിടെയെങ്കിലും ഒതുങ്ങി പാത്ത് ഒളിത്താവളങ്ങളിൽ കയറി ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് പോരാട്ടമുണ്ടെങ്കിൽ നീ മുന്നോട്ട് വാ, നിനക്ക് പോരാട്ടമുണ്ടെങ്കിൽ നീ മുന്നോട്ട് വാ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സർഗായുധ വർഗം ധരിച്ചുകൊണ്ട്, അവന്റെ വാൾ കയ്യിലെടുത്തുകൊണ്ട് നീ ഒരു കൈ കൊണ്ട് പണിയുക, മറ്റേ കൈ കൊണ്ട് നീ യുദ്ധം ചെയ്യുക. നീ ഒരു കൈ കൊണ്ട് പണിയുക, ഒരു കൈ കൊണ്ട് നീ പ്രവൃത്തിയിൽ ഏർപ്പെടുക, മറ്റേ കൈ കൊണ്ട് നീ യുദ്ധം ചെയ്യുക. ദൈവത്തിന്റെ പണി പിശാചിനെ തകർക്കാൻ സാധിക്കത്തില്ല. പോരാട്ടമുള്ളൊരു കാരണത്താൽ അല്ലെങ്കിൽ പിശാചുള്ളൊരു കാരണത്താൽ നമ്മൾ പിൻവലിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒളിത്താവളങ്ങളിൽ പോയി നമ്മൾ ഒളി സങ്കേതങ്ങൾ ഉണ്ടാക്കി പാത്തിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പോരാട്ടം ഉണ്ടാകാം, പക്ഷെങ്കിൽ നിങ്ങൾ മുന്നേറി പണിയുക, നിങ്ങൾ മുന്നേറി പണിയുക. ഒരു കൈ കൊണ്ട് ആയുധം പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ദൈവത്തിന്റെ പണിയിൽ ഏർപ്പെടുക. ഒരു കൈയിൽ ആയുധം പിടിച്ചുകൊണ്ട് ഇവർ മുന്നേറുകയാണ്. എന്നിട്ട് പോലും ഇത് വളരെ സ്പീഡിൽ പ്രോഗ്രസ് ചെയ്തു. ഇത് ഭയങ്കര സ്പീഡിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്പീഡിൽ ഇത് പ്രോഗ്രസ് ചെയ്തു. ചില ദിവസങ്ങൾ കൊണ്ട് തീരുമെന്നും ഇതിന്റെ ശ്രമങ്ങൾ, ഇവരുടെ പണിയുവാനുള്ള ശ്രമങ്ങൾ അവസാനിക്കുമെന്നും ഇവര് വിചാരിച്ചപ്പോൾ ഈ പണി ഒരു ഭയങ്കര സ്പീഡിൽ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു പണി അവിടെ ആരംഭിച്ചു. അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. നെഹമ്യാവ് തനിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോയില്ല. നെഹമ്യാവ് പറഞ്ഞു, എൻ്റെ മറുപടി ഈ മതിലാണ്, എൻ്റെ മറുപടി ഈ മതിലാണ്. നിങ്ങൾ എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തതാണ്, പക്ഷെങ്കിൽ എൻ്റെ മറുപടി ഈ മതിലാണ്. ദൈവരാജ്യമാണ് നമ്മുടെ മറുപടി, ദൈവസഭയാണ് നമ്മുടെ മറുപടി. നമ്മുടെ വ്യക്തിപരമായി നമുക്കെതിരെ വരുന്നതിനെ നമ്മളല്ല നേരിടുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നേരിടും. അങ്ങനെയാകുമ്പോൾ നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല നെഹമ്യാവ് പോയത്. നെഹമ്യാവ് പറഞ്ഞു, ഞാനൊരു വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എനിക്കിതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തീകരിക്കണം. ഇതുവരെ തീർന്നിട്ടില്ലാത്ത മതില, ഇതുവരെ മുടങ്ങിപ്പോയ മതില, മുടങ്ങിയ മതിൽ എന്ന് പറഞ്ഞ് പേര് കേട്ട ആ സ്ഥലത്ത് 53 ദിവസം കൊണ്ട് ഒരു വലിയ മതിൽ അവിടെ എഴുന്നേൽച്ചു വന്നു. വർഷങ്ങൾ കൊണ്ട് കഴിയാത്തത്, നാളുകൾ കൊണ്ടുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെട്ടത്, ദീർഘനാളുകളുടെ സമയത്തിൽ നടക്കാതിരുന്നത് 53 ദിവസം കൊണ്ട് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇത് സാധാരണ രീതിയിൽ ശ്രമിച്ചാൽ നടക്കത്തില്ല. ഇത് നെഹമ്യാവ് ഒരു ബിൽഡർ ആയിരുന്നെങ്കിൽ നടക്കത്തില്ല. നെഹമ്യാവിന് ഇതിനെപ്പറ്റി യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായിരുന്നു. രാജാവായിച്ച ചില വ്യക്തികളെ കൊണ്ട്, ചില പണിക്കാരെ കൊണ്ട് ഇവിടെ വന്ന, ഇവിടെയുള്ള ദേശത്തിലുള്ളവരെ കൂടെ കൂട്ടി തന്നൊരു വലിയ പണിയിൽ ഏർപ്പെട്ടതാണ്. ഇതുവരെ ഉള്ളവർ പറഞ്ഞു, ഇത്രയും വർഷമായി, ആദ്യ ചില വർഷങ്ങളായിരുന്നെങ്കിൽ ഈ മതിൽ ഇടിഞ്ഞതിന് അടുത്ത കാലത്ത് വരെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ഇത്രയും പഴക്കം ചെന്ന ഉടഞ്ഞ മതിൽ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് ആൾക്കാർ പറഞ്ഞു. ഇത്രയും നാളുകളായതുകൊണ്ട് ഇതിന്റെ മേൽ ഇനി ഒരു പണി നടക്കത്തില്ലെന്ന് അവർ പറഞ്ഞു. സങ്കീർത്തനം 39 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ കാലഗതികളൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നു. ദൈവം പറയാണ്, നിന്റെ കാലഗതികളൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നു. Your times are at my hand. എൻ്റെ കയ്യിലാണ് നിന്റെ സമയം. എൻ്റെ സമയം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് സമയം കളഞ്ഞു പോയി, എൻ്റെ സമയങ്ങൾ വെറുതെ ആയിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കാലഗതികളൊക്കെ തൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്. Our times are at his hand. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ സമയം സുരക്ഷിതമാണ്. വർഷങ്ങൾ കൊണ്ട് നാളുകൾ കൊണ്ട് നടക്കാത്തതിനെ വെറും 53 ദിവസങ്ങളോട് ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും.
ഇത്രയും നാളെ ഉടഞ്ഞ മതിൽ എന്നുള്ള അഡ്രസ്സ് അറിയപ്പെട്ടെങ്കിൽ ഇന്ന് അവിടെ വലിയൊരു മതിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇന്ന് അവിടെ വലിയൊരു മതിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉടഞ്ഞു തന്നെ പണിതെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് സമയം വിഷയമല്ല. നമ്മുടെ കണക്കുകൂട്ടലിൽ ഇതിനൊത്തിരി സമയം വേണം, ഇതിനൊത്തിരി പണം വേണം, ഇതിനൊത്തിരി ആൾക്കാർ വേണം. പക്ഷെങ്കിൽ ദൈവത്തിന് ഇതെല്ലാം 53 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പകൽക്കാലം ഉടഞ്ഞു കിടക്കുന്നതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന് അധികം സമയം വേണ്ട. നമ്മൾ ഒരുപക്ഷെ പറയും, ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു, ഞാൻ അതിനെ ഉപേക്ഷിച്ചു. കാരണം ഒരു പ്രാവശ്യം ഞാൻ മുന്നേറുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി വരും, എന്തെങ്കിലും വിഷയം വരും, ഞാൻ അതിനെ ഉപേക്ഷിക്കും. ഞാനൊന്ന് അല്പം മുന്നേറണമെന്ന് വിചാരിക്കും, ചില തീരുമാനങ്ങൾ എടുക്കും, അതിനുമേൽ ഞാൻ ഒന്ന് ആരംഭിക്കും. എന്തെങ്കിലും പ്രതിസന്ധി വരും, എന്തെങ്കിലും വിഷയം വരും, അതിനുമേൽ ഞാൻ ഉഴപ്പിപ്പോവും. അങ്ങനെ അത് ഉടഞ്ഞുപോയി. അങ്ങനെ ഉടഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് അതിനെ പണിതെടുക്കുവാൻ സാധിക്കും. ദൈവത്തിന് പണിതെടുത്ത് അതിനെ പുതിയതുപോലെ ആക്കിയെടുക്കുവാൻ അധികം സമയം വേണ്ട. വെറും 53 ദിവസം കൊണ്ട് ഈ മതിൽ പണിതുയർത്തിയെടുത്തുവെങ്കിൽ ദൈവത്തിന് പണിതെടുക്കുവാൻ വലിയ സമയം വേണ്ട. നെഹമ്യാവ് എന്നുള്ള പേരിന്റെ ഒരു അർത്ഥമുണ്ട്. നെഹമ്യാവ് എന്നുള്ള ഒരു പേരിന്റെ അർത്ഥം കംഫർട്ടർ എന്നാണ്. പുതിയ നിയമത്തിൽ ഇതേ പേരോടുകൂടി ഒരാളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പേരിന്റെ അർത്ഥവും കംഫർട്ടർ എന്നാണ്. നെഹമ്യാവ് വന്നപ്പോൾ ഇതുവരെ മുടങ്ങിക്കിടന്നത് അവിടെ ഉയർത്തെഴുന്നേറ്റുകയും പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വരുമ്പോൾ ഇതുവരെ നടക്കാത്തതിനെ നടത്തിയെടുക്കുവാൻ, ഇതുവരെ മുടങ്ങിക്കിടക്കുന്നതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് സാധിക്കും. സമയം കഴിഞ്ഞു പോയി, പ്രായമായി പോയി, കാലം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ when the comforter comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചരിത്രം ആവർത്തിക്കാനല്ല പരിശുദ്ധാത്മാവ് വരുന്നത്, പുതിയ ചരിത്രങ്ങളെ എഴുതുവാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ അതിനുവേണ്ടി ശ്രമിച്ചു, അവരെ കൊണ്ട് നടന്നില്ല. പിന്നാണോ ഞാൻ? ഇല്ല. പിതാക്കന്മാർക്ക് കഴിയാത്തത് നമുക്ക് കഴിയും. പിതാക്കന്മാരുടെ കാലത്ത് കഴിയാത്തത് നമുക്ക് കഴിയും. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതുവരെ മുടങ്ങിക്കിടന്നത്, ദീർഘനാളുകളായി മുടങ്ങിക്കിടന്നതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ ഈ മതിൽ പണിതെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാധിക്കും. പ്രോവേർബ്സില് സദൃശവാക്യങ്ങളിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്, സദൃശവാക്യം 25-28. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ഈ യെരൂശലേം ഇപ്പോൾ മതിലില്ലാതെ ഇടിഞ്ഞു കിടന്ന ഒരു പട്ടണമായിരുന്നു. അതുപോലെയാണ് ആത്മസമ്പന്നമില്ലാത്ത പുരുഷൻ. ആര് വന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ അതിനുമേൽ വേദനിക്കുന്നവര്, ആരെങ്കിലും ഒരു വാക്കിനാൽ നിരാശപ്പെട്ടു പോകുന്നവര്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ഡിസ്കറേജ് ആയി പോകുന്നവര്, വേദനകൾ നമ്മളെ ഭാരപ്പെടുത്തി നമ്മളെ ഉടച്ചിടുന്നവരുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, നമുക്കൊരു മതിൽ ആവശ്യമാണ്. നമുക്ക് ചുറ്റും ഒരു മതില് ഉയരേണ്ട സമയമായിരിക്കുന്നു. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു. എൻ്റെ വ്യക്തിപരമായ ശ്രമങ്ങളിൽ ഈ മതിൽ ഇതുവരെ ഉയരാൻ സാധിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു മതിൽ പണിതെടുക്കുവാൻ സാധിക്കും. നമ്മളെ എന്ത് ബാധിക്കണമെന്നും നമ്മളെ എന്ത് അഫക്റ്റ് ചെയ്യണമെന്നും നമ്മൾ തീരുമാനിക്കണം. വരുന്നതിനും പോകുന്നതിനും എല്ലാം കയറി ഇറങ്ങുവാൻ നമ്മൾ പിശാചിന് കളിപ്പാവിയല്ല. നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞാണ്. നമ്മൾ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. നമ്മൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നവരാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ സ്വർഗത്തിന്റെ സന്തതിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മതിൽ വേണം. എന്ത് നമ്മളെ ബാധിക്കും, വരുന്നതും പോകുന്നതും എല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മേൽ നമുക്ക് ചുറ്റും ഒരു മതിൽ ദൈവത്തിന് ഉയർത്തുവാൻ ആഗ്രഹമുണ്ട്. സമയങ്ങൾ കഴിഞ്ഞു പോയെങ്കിൽ, കാലങ്ങൾ കഴിഞ്ഞു പോയെങ്കിൽ അതിനുമേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, നെഹമ്യാവ് എന്നുള്ള പേര് കംഫർട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ചില ദിവസങ്ങൾ കൊണ്ട് നാളുകളായി മുടങ്ങിയതിനെ പണിതെടുക്കുവാൻ നെഹമ്യാവിന് ദിവസങ്ങൾ മതിയെങ്കിൽ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നാളുകളായി മുടങ്ങിപ്പോയത്, നാളുകളായി ഇല്ലാതായി പോയത്, ഇതുവരെ ഉണ്ടാക്കാൻ കഴിയാത്തത്, പ്രായം കഴിഞ്ഞു പോയതിനെ എല്ലാം പണിതെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദിവസങ്ങൾ മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദിവസങ്ങൾ മതി. കഴിഞ്ഞ കാലങ്ങളിൽ പോരാട്ടമാ പിശാചെന്ന് പറഞ്ഞ് പിന്മാറിയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീ ഒരു കൈയിൽ ആയുധം പിടിക്കുക, മറ്റേ കൈ കൊണ്ട് നീ പണിത ദൈവത്തിന്റെ സർഗായുധ വർഗമൊന്ന് ധരിച്ച് ഇരുവായി തലയുള്ള വാളെടുത്ത് നമുക്കൊന്ന് പണിത് ആരംഭിക്കുവാണെങ്കിൽ, ഇതുവരെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ പിന്മാറാതെ
പിശാചിനെ ഒളിക്കാതെ നമ്മളൊന്ന് മുന്നിൽ ഇറങ്ങിയാലും ദൈവത്തിന്റെ സഭയെ നമുക്കൊന്ന് പണിയാം. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ദൈവത്തിന്റെ സഭയെ നമുക്കൊന്ന് പണിയാം. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. നീ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ അവൻ നിന്നെ വിട്ടോടും. നീ പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ടോടും. കഴിഞ്ഞ കാലങ്ങളിൽ പിശാചിന്റെ ഭയപ്പെടുത്തലുകളെ, കഴിഞ്ഞ കാലങ്ങളിൽ പിശാചിന്റെ ശ്രമങ്ങളെ കണ്ട് നമ്മൾ ഭയന്നെങ്കിൽ ഇനി നമുക്ക് എതിർത്ത് നിന്ന് ആരംഭിക്കാം. Hallelujah, hallelujah, hallelujah. Shagdaragadaragadam bhalavadaragadheragadam garete ശേരകലാരകഥം ഭൗതബലേതരം ശേരകഥേതെ. കർത്താവേ, നമുക്ക് നേതൃത്വം നിന്ന് ആരംഭിച്ചാൽ, നമ്മുടെ നേതൃത്വം നിന്ന് ആരംഭിച്ചാൽ സഭയെ പണിയുന്ന ദൈവമാണ്. സഭയെ പണിയുന്ന ദൈവമാണ്. പിശാചിന്റെ തന്ത്രങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തില്ല. നമുക്കൊരു മതിൽ വേണം. നമുക്കൊരു മതിൽ വേണം. നമ്മുടെ തലമുറയ്ക്ക് ചുറ്റും ഒരു മതിൽ വേണം. ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വന്ന് അവരെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു മതിൽ വേണം. പുറത്തുള്ള ഒന്നും അകത്ത് കടക്കാതെ വേണം, അകത്തുള്ള ഒന്നും പുറത്ത് പോകാതെ വേണം. നമുക്ക് ചുറ്റും ഒരു മതിൽ എഴുന്നേൽക്കണം. നമുക്ക് ചുറ്റും ഒരു മതിൽ എഴുന്നേൽക്കണം. പുറത്തുള്ള ഒന്നും നമ്മളെ വന്ന് ബാധിക്കാതെ വേണം, അകത്തുള്ള ഒന്നും പുറത്തേക്ക് പോകാതെ വേണം. നമുക്ക് ചുറ്റും ഒരു വലിയ മതില, നമുക്ക് ചുറ്റും പരിശുദ്ധാത്മാവിന്റെ ഒരു മതില, നമുക്ക് ചുറ്റും പരിശുദ്ധാത്മാവിന്റെ ഒരു മതിൽ വേണം. ഈ മതിലിന്റെ ഉള്ളിൽ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ ഉള്ളിൽ, ദൈവത്തിന്റെ ചിറകടിയിൽ നമ്മൾ മറഞ്ഞിരിക്കുമ്പോൾ, ഒരു കോഴിക്കുഞ്ഞിനെ എങ്ങനെ മറയ്ക്കുന്നുവോ, അതിനെ എന്തൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് പോലെ നമ്മളെ അവരുടെ ചിറകടിയിൽ കർത്താവ് പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മളെ കർത്താവിന്റെ ചിറകടിയിൽ കർത്താവ് പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മളെ എന്ത് ബാധിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നതാണ്. വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി നമ്മുടെ മേൽ കുതിര കളിക്കാൻ ദൈവം നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. വരുന്ന പോരുകൾക്കും പോരാട്ടങ്ങൾക്കും എല്ലാം കയറാൻ വേണ്ടിയുള്ള സ്ഥലമല്ല നമ്മുടെ വീട്. നമ്മുടെ വീട് കർത്താവിന്റെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടതാണ്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഭീഷണി ഒഴിക്കാൻ അതിനുമേൽ തളർന്നു പോയി തീരാതെ, അതിനുമേൽ കണ്ണുനീർ തൂകാതെ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ഉറപ്പോടെ പിശാചി കഴിഞ്ഞകാല പരാജയങ്ങളെ നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഉടഞ്ഞ കല്ലുകളെ കാണിക്കുമ്പോൾ, കത്തിയെറിഞ്ഞ കല്ലുകളെ കാണിക്കുമ്പോൾ അതിനുമേൽ പുതിയ ചിലത് വെക്കുവാൻ, അതിനുമേൽ ഈ ദിവസങ്ങളിൽ തന്നെ പുതിയ ചിലത് വെക്കുവാൻ, അതിനുമേൽ പുതിയ ചിലത് വെക്കുവാൻ, ആ കത്തലുകൾ, ആ കരിഞ്ഞതിനെ കാണാതെ വേണം അതിനെ മറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നമ്മുടെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല, അതിനെ ജയിക്കത്തില്ല. അവന് അവർക്ക് ജയിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ അവർക്ക് ജയിക്കാൻ സാധിക്കത്തില്ല. ഒരു ദൈവ പൈതൽ പിശാചിനോട് എതിർത്ത് നിന്നാൽ അവനെ വിട്ടോടിപ്പോയേ പറ്റൂ. വിട്ടോടിപ്പോകാതിരിക്കാൻ പറ്റത്തില്ല. പിശാച് പറയുന്ന എല്ലാ ആലോചനയ്ക്കും നമ്മൾ മൂളി അവന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നിൽക്കുവാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ശക്തനായി തീരും. സൻബലത്തും തോബിയാവും വരും. സൻബലത്തും തോബിയാവും ദേശത്തിലെ ശക്തികളായിരിക്കാം, അവര് പ്രമുഖരായിരിക്കാം, അവരുടെ സ്വാധീനമുള്ളവരായിരിക്കാം, അവര് ഭയപ്പെടുത്തുന്നവരായിരിക്കാം, അവർക്ക് ഭയങ്കര ബന്ധുബലമായിരിക്കാം, അവർക്ക് ഭയങ്കര ആൾക്കാരായിരിക്കാം. പക്ഷെങ്കിൽ അവരോടൊരു ആലോചനയ്ക്ക് പോലും പോകാതെ ദൈവത്തിന്റെ വേലയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുവാണെങ്കിൽ, നെഹമ്യാവിന് പറയാനുണ്ടായിരുന്നത്, ഞാനിവിടെ തിരക്കാണ്, ഞാനിവിടെ ബിസിയാണ്, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന പ്രശ്നം. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഐഡിൽ മൈൻഡ് ഡെവിലിന്റെ വർക്ക് പ്ലേസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ പണിയിൽ ചെറിയ കാര്യമായിരിക്കാം നമുക്കത് ഏർപ്പെട്ട് ആരംഭിക്കുവാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ദൈവരാജ്യത്തിന്റെ പണിയിൽ ഇൻവോൾവ് ആയിത്തീരുവാണെങ്കിൽ, നമുക്കങ്ങനെ വലിയ സ്കില്ല് കാണുന്നില്ലായിരിക്കും, പക്ഷെങ്കിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ചെയിൻ പ്രയർ ലിസ്റ്റ് എടുത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ പണിയിൽ നമ്മൾ ഏർപ്പെട്ട് ആരംഭിക്കാമെങ്കിൽ, പിശാചിന് നമ്മളെ വിളിക്കുമ്പോൾ
പിശാച് നമ്മളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. ഞാനൊന്നും ചെയ്യാതെ ഇവിടെ വെറുതെ ഇരിക്കുക, നീ വന്ന് വേണം എന്നെ എന്തോ വെള്ളം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പലപ്പോഴും പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായി തീരുന്നത്. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പണിയിലൊന്ന് ഏർപ്പെട്ടിരിക്കാമെങ്കിൽ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് നമ്മളൊന്ന് ചുമൽ കൊടുത്തുകൊണ്ട് നിൽക്കാമെങ്കിൽ, തളർന്നു പോകാതെ നിരാശപ്പെടുന്ന വാക്കുകളോ വേദനകൾപ്പെടുത്തുന്ന ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ജയിച്ചുകൊണ്ട് അത് പിശാചിന്റെ തന്ത്രങ്ങളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നിരാശപ്പെടാതെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പണിയിൽ നമ്മൾ ഏർപ്പെട്ട് നിൽക്കാമെങ്കിൽ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നവരായി തീരാമെങ്കിൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും, നമ്മളെ വീടുകളെ വിട്ട് ഓടിപ്പോകും, നമ്മുടെ തലമുറയെ വിട്ട് ഓടിപ്പോകും, നമ്മുടെ കുടുംബങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. അവന് നമ്മുടെ ജീവിതത്തിലോ ഭവനത്തിലോ സ്വാധീനമില്ല. പിശാചിനോട് എതിർത്ത് നിന്നാൽ ഈ ദിവസങ്ങളിൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. നെഹമ്യാവ് വരുന്നിടം വരെ യെരുശലേമിന്റെ അഡ്രസ്സ് ഇടിഞ്ഞ മതിലുള്ള പട്ടണമെന്നായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്. യെരുശലേമിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർ കണ്ടു വളർന്നത് ഈ ഇടിഞ്ഞ മതിലുകളാണ്. മറ്റ് പല പട്ടണങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, അത് മതിലുള്ള പട്ടണവും. പക്ഷെങ്കിൽ നമ്മുടെ പട്ടണം മതിലില്ലാത്ത ഉടഞ്ഞ ഇടിഞ്ഞ മതിലുള്ള പട്ടണവും. അങ്ങനെ അവരതിനെ ഐഡന്റിഫൈ ചെയ്തത്. പക്ഷെങ്കിൽ നെഹമ്യാവ് വന്ന ശേഷം അത് മതിലുള്ള പട്ടണമായി മാറി. ഇനിയും അവിടെയുള്ള കുഞ്ഞുങ്ങൾ വളരുന്നത് ഈ കാഴ്ച കണ്ടല്ല, ഒരു പുതിയൊരു കാഴ്ച കണ്ടിട്ടാണ്. അവരൊരു പുതിയ ചരിത്രത്തിലാണ് അവർ വളരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, നമ്മുടെ തലമുറകൾക്ക് ചുറ്റും, നമ്മുടെ ദേശത്തിന് ചുറ്റും മതിലില്ലാത്തവരായി, ഇടിഞ്ഞവരായി, ഉടഞ്ഞവരായിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. പഴയകാല പരാജയങ്ങളുടെ ബാക്കി പത്രങ്ങളായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് ദൈവത്താൽ പണിയപ്പെട്ട ചിലരായിട്ട്, ദൈവത്താൽ പണിതെടുക്കപ്പെട്ട ചിലരായിട്ട്, നമുക്ക് ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ചിലരായി പണിതെടുക്കുവാൻ സഭയോടും ദൈവദാസനോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഈ നാട്ടിൽ വന്ന സമയത്ത് രണ്ടാഴ്ചകളായിരുന്നു. 2 ഇവിടെ തന്നെ കടന്നു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വെള്ളത്തിന് ബുദ്ധിമുട്ട് കൊണ്ട് കഴിഞ്ഞ ആഴ്ച കടന്നു വരാൻ സാധിച്ചില്ല. ഈ പകൽക്കാലം ഒരുമിച്ച് എല്ലാവരോടും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തെ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത 6 ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ യാത്രയിൽ, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്ന തുറന്നായിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ